പട്ടികയിലെ അപ്രതീക്ഷിതമായ പേരുകളിലൊന്നായിരുന്നു ആലപ്പുഴ സ്വദേശി പരിസ്ഥിതി പ്രവർത്തക കൊല്ലയ്ക്കൽ ദേവകിയമ്മ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകിയമ്മ ഇവിടെ 3000-ലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയുമാണ് പരിപാലിക്കുന്നത്. പത്മ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് തന്നെയായിരുന്നു ദേവകിയമ്മയുടെ പ്രതികരണം. അപ്പോൾ അങ്ങനെ എനിക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് ചെടി വെക്കാൻ തുടങ്ങി. കാടാവണമെന്ന് ഉദ്ദേശിച്ചില്ല, എങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കാടില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തിയ ഒരു കാടുണ്ടായി. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ മാതാവായ ഭൂമിദേവിയെ സേവിച്ചതിൻ്റെ പ്രതിഫലം അമ്മ തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ബഹുമതിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അൺസങ് ഹീറോസ് വിഭാഗത്തിൽ 45 പേർക്കാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം. കുറുമ്പ ഗോത്ര വിഭാഗത്തിൽ ചിത്രകാരനായ നീലഗിരി ആർ കൃഷ്ണനും മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ചു. രാഷ്ട്രത്തിന് സമർപ്പിച്ച ജീവിതം കൂടുതൽ ധന്യമായെന്ന പത്മവിഭൂഷൺ ജേതാവ് പി നാരായണൻ സ്വയം സേവകർക്കും ജന്മഭൂമി പത്രത്തിനും അവാർഡ് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ അവാർഡിൻ്റെ സമർപ്പണം ഞാൻ ചെയ്യുകയാണ്. 2 വിഭിന്ന ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.